ഹലോ, ഇന്ന് നമുക്ക് മാവ് കുഴക്കാതെയും പരത്താതെയും വാഴയിലൊന്നും ഇല്ലാതെ തന്നെ മാവ് കോരി ഒഴിച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു കപ്പ് 250 ml കപ്പിന് ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ കപ്പില്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ അളന്നെടുത്താൽ മതി. പിന്നെ ആ കപ്പിൽ തന്നെ അരക്കപ്പോളം റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വറുത്തതോ വറുക്കാത്ത ഏത് റവ വേണമെങ്കിലും ചേർത്താം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പാടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്തുന്നത് അടൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലൊരു 1/4 ഭാഗം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുമിച്ചിട്ട് ഒന്നായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കരുത്. അങ്ങനെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ബാക്കിയുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഓരോ പൊടിക്ക് വെള്ളത്തിൽ വ്യത്യാസം വരും കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടിച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പോളം ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ശർക്കര പാനിയാക്കിയിട്ട് മാറ്റിയെടുക്കാം. അങ്ങനെ പാനിയായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്തി കൊടുക്കാം. പിന്നീട് ഒരു കപ്പ് ചിരകിയ തേങ്ങ ചേർത്തി കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ തേങ്ങയിലേക്ക് ആ ശർക്കര പാനിക്കൊന്ന് പിടിച്ചൊന്ന് വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്തി കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചേർത്തിയാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്തി കൊടുക്കാം. എന്നിട്ട് ഇത് ഏകദേശം ഇതുപോലൊന്ന് നല്ലവണ്ണം വറ്റിയിട്ട് പോകണ്ട കേട്ടോ. ഇതേ ഒരു പാകാവുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ഒരു പരന്ന ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് നെയ്യ് തടവിന് ശേഷം ഒന്ന് ചൂടാകാനായിട്ട് അടിച്ചു വെച്ചിട്ട് ഒരു മിനിറ്റൊക്കെ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇത് തുറന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കണം. അപ്പം മാവിൻ്റെ ലൂസ് ഇതുപോലെയാണ് കേട്ടോ വേണ്ടത്. ദോശമാവിൻ്റെ ഒരു പരുവാണ് വേണ്ടത്. നല്ല ലൂസായിട്ടും പോവരുത്, എന്നാൽ നല്ല കട്ടിയായിട്ടും പോവരുത്. ഇനി ഈ മാവിൽ നിന്നും പകുതി നമ്മൾ ഈ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് അടിച്ചു വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുക്കാവണ വരേക്ക് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടിച്ചു വെക്കാം. ഒരുപാട് സമയം വെക്കരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇതാ റെഡിയായി കിട്ടും. എന്നിട്ട് തുറന്നിട്ട് ബാക്കിയിൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് എല്ലാ വശത്തും ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്ന സമയത്ത് സൈഡ് വശത്തേക്ക് ഒരുപാടാണ് വെച്ച് കൊടുക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ ദാ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള മാവ് മുഴുവനോടെ എല്ലാ വശത്തേക്കും ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒഴിച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിൻ്റെ നടുവശം ഒന്ന് കുത്തി നോക്കണം കേട്ടോ. ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്തിടാം. പിന്നെ കൂടുതൽ സമയം അങ്ങനെ വേവിച്ചിട്ട് വെക്കും ചെയ്യരുത്. അപ്പോൾ ഞാൻ 15 മിനിറ്റിന് ശേഷം ഇത് തുറന്നിട്ട് നടുവശം ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം സൈഡൊന്ന് വിടുവിച്ചെടുക്കാം. അപ്പോൾ സൈഡൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ട് കിട്ടും കേട്ടോ. ഇനി ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ വാഴയിലൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കുഴക്കെ പരത്തി ഒന്നും ചെയ്യാതെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള അടവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.